ഭർത്താവും കുട്ടികളുമൊത്ത് ശാന്തജീവിതം നയിക്കുന്ന എല്ലാ റൂബിൻസ്റ്റൺ തൊഴിലിന്റെ ഭാഗമായി ഒരു നോവൽ വായിക്കാൻ ഇടയാവുന്നു. അവരുടെ വായനയും അന്വേഷണങ്ങളും സവിശേഷ സൂഫി വ്യക്തിത്വമുള്ള നോവലിസ്റ്റിലേക്കും പ്രമേയത്തിലെ മിസ്റ്റിക്കൽ ആധ്യാത്മിക അനുഭൂതികളിലേക്കും ആകൃഷ്ടയാക്കുന്നു. പ്രസിദ്ധ പേർഷ്യൻ സൂഫി കവി ജലാലുദ്ദീൻ റൂമിയും അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു ഷംസെ തബ്രീസിയും തമ്മിലുള്ള ഗാഢമായ അടുപ്പവും ഷംസ് റൂമിയിൽ ഉണർത്തുന്ന ആത്മീയ അനുഭവങ്ങളുടെ ആഘാത അനുഭൂതികളുമാണ് എല്ലാ വായിക്കുന്ന നോവലിലൂടെ അനാവൃതമാകുന്നത്. പുറത്തു കടക്കുക എളുപ്പമല്ലാത്ത വിധം ഷംസിന്റെ പ്രണയ നിയമങ്ങൾ ആത്മാവിനെയും വലയം ചെയ്യുന്നത് പോകെ പോകെ എല്ലാം അനുഭവിക്കുന്നു. നിരവധി ഭാഷകളിൽ മൊഴിമാറ്റപ്പെട്ട ലക്ഷക്കണക്കിന് വായനക്കാരെ സ്വാധീനിച്ച വിഖ്യാത നോവൽ 40 പ്രണയ നിയമങ്ങൾ, ദ 40 റൂൾസ് ഓഫ് ലവ്. എലിഫ് ഷഫാക്കിന്റെ ബുക്കാണ് കേട്ടോ. ഇതെന്റെ കയ്യിൽ കുറെ കാലമായിട്ടുണ്ട്. ഇതിന്റെ മൊഴിമാറ്റം മലയാളത്തിലേക്ക് ചെയ്തിട്ടുള്ളത് അജയ് പി മങ്ങാട്ടും ജലാലുദ്ദീനും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് ബുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ മലയാളം നമുക്ക് വായിക്കാൻ മലയാളമാണ് ഏറ്റവും നല്ലത്. ഭയങ്കര ഭാഷയാണ്, ഭയങ്കര രസമായിട്ടാണ് ബുക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് തന്നെ. ഇത് ഒത്തിരി കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഞാൻ പേരൊക്കെ പണ്ടേ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിയമങ്ങളില്ലാതെ പ്രണയിക്കുന്നവൾ എന്ന് എന്നെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ നിയമങ്ങളില്ലാതെയാണ് പ്രണയിക്കുന്നത്. ആ നിയമങ്ങളില്ലാതെ പ്രണയിക്കുന്ന ഒരാള് 40 പ്രണയ നിയമങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു രസമല്ലേ. അപ്പോൾ നല്ല ബുക്കാണ് കേട്ടോ, നിങ്ങൾ വായിച്ചു നോക്ക്. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചു നോക്കിട്ടോ.